ഇത് ഞങ്ങളുടെ കഥയാണ്. ഞങ്ങൾ വാഗമൺ ടൂർ പോയത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സംഭവം. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാൽ പോരെ. ഇതെൻ്റെ കസിനാണ്, ഇതാണ് അലൻ. രാവിലെ 7:30 തന്നെ പോകണമെന്ന് തലേ ദിവസം തന്നെ ഞങ്ങൾ തീരുമാനിച്ച്. എന്നിട്ടാ 7 മണിയായപ്പോൾ പോലും ആരും എണീറ്റില്ല. എന്നാണെങ്കിലും ഞങ്ങളെല്ലാം ഇറങ്ങി വന്നപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞ്. പാവം അച്ചാച്ചൻ രാവിലെ 7:30 ആയപ്പോൾ തന്നെ റെഡി ആയിരുന്നിട്ട് അതിൻ്റെ കലിപ്പിലാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. എന്തിലായിക്കോട്ടെ, ഞങ്ങളെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോൾ പോകണമെന്ന് വിചാരിച്ചാലും ലേറ്റായിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ അതിലും വലിയ പൂരം വണ്ടിക്കകത്ത്. രാവിലെ പോകണമെന്നല്ലാതെ എവിടെ പോകണമെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. എപ്പോഴും കുമരകത്ത് കിടക്കുന്ന ഞങ്ങൾക്ക് എന്തിന് കടലിൽ പോകണമെന്ന് വെച്ചാൽ എന്നാണെങ്കിലും കോട്ടയം എത്തുന്നതിന് മുമ്പ് തന്നെ വാഗമൺ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്കാണ് തീരുമാനിക്കുന്നത് എവിടെ പോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കും. എന്നെ പറഞ്ഞാലും പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ രമ്യതയിലെത്തും. പിന്നെ അങ്ങോട്ട് ചില്ല് വൈബാണ്. അതിനപ്പുറം അച്ചാച്ചൻ്റെ ഡ്രൈവിങ്ങാണ്. ചുരം കയറുന്ന യാസൂറ്റിക്ക് പോലും ഇല്ല ഇതുപോലെ കുലുക്കം. ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ചാച്ചന് പണ്ടേ വീക്ക്നെസ്. പിന്നെ പുള്ളിയുടെ വിചാരം പുള്ളി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഡോമാണെന്നാണ്. ബാക്കിയുള്ള ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അവസ്ഥ. അതിൻ്റെ കൂടെ സുസുക്കിയുടെ ബലേനോയും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനായാലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. സുസുക്കിയുടെ വണ്ടി ഓടിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. പോകുന്ന വഴിക്കെല്ലാം നല്ല സ്ഥലങ്ങൾ തപ്പി കണ്ടുപിടിക്കാൻ തുടങ്ങി എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച്. അതാണ് ചാർലീസ് വ്യൂ പോയിന്റ്. അങ്ങനെ അത് തപ്പി ചെന്നപ്പോൾ വേറെ സ്ഥലത്ത് വാഗമൺ ടീ ലേക്ക് ബോട്ടിംഗ്. പിന്നെ ഞങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്തിരുന്നാൽ പോലെ ഞങ്ങൾ കുഞ്ഞു പിള്ളേർ സ്വഭാവം ആലപ്പുറ ചിലപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബോട്ടിങ്ങിലെത്തി. എൻട്രി ഫീസ് എല്ലാം അച്ചാച്ചനാണ് കൊടുക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ചുമ്മാ വണ്ടിക്കകത്തിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ നേരെ മൂളിക്കൊണ്ട് പാർക്ക് ചെയ്തു. വലിയൊരു ബോട്ടും ചെറിയ കുറച്ച് ബോട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ബോട്ട് 2 എടുക്കാൻ തീരുമാനിച്ചു. അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. വലിയ ബോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുഴയേണ്ടി വരും. ഞങ്ങൾക്ക് തുഴയാൻ അറിയത്തില്ല, എന്നിട്ടല്ല ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പം കൈ രണ്ടും ഫ്രീ ആണല്ലോ, എന്തും ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചു. എന്നാണെങ്കിലും അവരെ 2 പേരെ ഒറ്റ ബോട്ടെ കയറ്റി. അവർക്കും കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ വെള്ളമൊക്കെ തുഴയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ വിശ്വാസം. ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ആ പേടിയില്ല. അങ്ങനെ ഞങ്ങൾ ലേക്കിൻ്റെ എതിർവശം ലക്ഷ്യമാക്കി ഞങ്ങൾ തുഴഞ്ഞു. ഇവർ ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. 1/2 മണിക്കൂറാണ് ബോട്ടിംഗ് ടൈം. അവർ ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു. എന്നാണല്ലോ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ച്. അവിടെ ഇഷ്ടം പോലെ ആമ്പലും കുറച്ച് കൊക്കുകളും ഉണ്ടായിരുന്നു. എന്നാലും നല്ല ഭംഗിയുള്ള ഒരു സീനറി ആയിരുന്നു. ഇടത്ത വശത്തെ ദ്വീപ് മുഴുവൻ തേയിലയാണ്. അത് വെളിയിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ വന്ന സമയത്ത് അധികം സന്ദർശകരില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാരൊക്കെ എത്തി. തമിഴ്നാട്ടിൽ നിന്ന് ടൂർ വന്ന കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അവർ നേരെ അക്കരത്തെ ദ്വീപിലൊക്കെ പോയി അവരും അവിടെയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ അവിടെയൊക്കെ എൻജോയ് ചെയ്തു നന്നായിട്ട്. ഈ വഞ്ചികളെല്ലാം റിപ്പയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് ഞങ്ങളുടെ തന്നെ പങ്കായങ്ങളൊക്കെ പിടിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾ കുമരകത്ത് വളർന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പേടിയും തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചു തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുട്ടിക്കാലം പോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഏറെക്കുറെ ഞങ്ങളുടെ സമയം തീരാറായി. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ യാത്ര തുടർന്നു. പയ്യെ ഞങ്ങൾ കരയ്ക്ക് കയറി. അക്കരത്തെ ദ്വീപിലോട്ട് എത്താൻ ഒരു ചെറിയൊരു പാലമുണ്ട്, നല്ല നമ്മുടെ നാടൻ പാലം. അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി. അവിടെയാണെങ്കിൽ ചെറിയൊരു കട പോലെ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും അതിൻ്റെ തിണ്ണയിലൊക്കെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത്. അവിടെ അതിൻ്റെ പശുവിനെ ആയിട്ട് കെട്ടിയ പോലത്തെ ഫീൽ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ ചാണകമൊക്കെ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് അത് കണ്ടില്ല. എന്നാളും കയറി ചവിട്ടി. അങ്ങനെ പ്രകൃതിയുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. എന്തായാലും ഞങ്ങൾ പയ്യെ അവിടെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിലോട്ട് യാത്ര തിരിച്ചു. നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തും പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഇപ്പം തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ആ വിശേഷങ്ങളുമായി അടുത്തുണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ബ്രേക്ക്.